ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആവല് കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും. കട്ടൻ ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിൽ രാവിലെ കാലിച്ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ല നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിലക്കടല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി, ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പഞ്ചസാര കുറച്ചൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അവലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതിൽ പിടിക്കുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു അവൽ കൊണ്ടുള്ള വിഭവം തന്നെയാണിത്. അപ്പോൾ കൂടുതൽ നട്ട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം വേണം നമ്മളിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ. അപ്പോഴാണ് കൂടുതൽ ക്രിസ്പി ആവുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായയിൽ കുറച്ച് മധുരം കുറച്ചിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഉണക്കമുന്തിരി, നിലക്കടല ഒക്കെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. വളരെ ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.